ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് PSC ബുള്ളറ്റിനകത്തുള്ള തെരഞ്ഞെടുക്കപ്പെട്ട 25 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ്. ജൂൺ മാസത്തിലേതും മെയ്യിലേതുമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആരുടെ ജീവചരിത്രം ആണ് മുഖരാഗം എന്ന് പറയുന്ന പേരില് അടുത്തിടെ പബ്ലിഷ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഹൻലാലിന്റെ ജീവചരിത്രമാണ് ഈ ഒരു പേരിൽ പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. 2025 മാധവിക്കുട്ടി പുരസ്കാരം നേടിയത് സുഭാഷ് ചന്ദ്രനാണ്. 2025 മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത്. ലോകത്തിലെ ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ട് ഫൈറ്റിംഗ് വന്നിരിക്കുന്നത് ചൈനയിലെ ഹാങ്ഷുവിലാണ്. ലോകത്തിലെ ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ട് ഫൈറ്റിംഗ് വന്നിരിക്കുന്നത് ചൈനയിലെ ഹാങ്ഷു. പ്രഥമ ഹെർമൻ ഗുണ്ടർട്ട് പുരസ്കാരം നേടിയിരിക്കുന്നത് ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസിനാണ്. പ്രഥമ ഹെർമൻ ഗുണ്ടർട്ട് പുരസ്കാരം നേടിയിരിക്കുന്നത്. 2025 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 130 ആണ്. 2025 മാനവ വികസന സൂചിക ഇന്ത്യ 130. ഒന്നാം സ്ഥാനം ഐസ്ലാൻഡിനാണ് വന്നിരിക്കുന്നത്. ഒന്നാം സ്ഥാനം ഐസ്ലാൻഡ്. ഇന്ത്യയില് പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യത്തെ US സർവകലാശാല ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലിനോയിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മുംബൈ ആണ് US സർവകലാശാല ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇല്ലിനോയിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. UPSCയുടെ പുതിയ ചെയർമാനാണ് അജയ് കുമാർ എന്ന് പറയുന്നത്. കേരള ഹൈക്കോടതിയുടെ ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറലായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയാണ് OM ശാലിനിയാണ്. കേരള ഹൈക്കോടതിയുടെ ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറലായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത OM ശാലീന. 6ാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേളയുടെ വേദി കൊട്ടാരക്കരയാണ്. 6ാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേളയുടെ വേദി കൊട്ടാരക്കരയാണ്. അടുത്തത്, എവറസ്റ്റ് കീഴടക്കിയ കാഴ്ച പരിമിതർക്കുള്ള ആദ്യ ഇന്ത്യൻ വനിത ചോൻസിൻ ആങ്മോ ആണ്. എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ കാഴ്ച പരിമിതിയുള്ള വനിത എന്ന് പറയുന്നത് ചോൻസിൻ ആങ്മോ ആണ്. ചോൻസിൻ ആങ്മോ. കാഴ്ച പരിമിതിയുള്ള ആദ്യ ഇന്ത്യൻ വനിത ചോൻസിൻ ആങ്മോ. ചോൻസിൻ ആങ്മോ. പ്രഥമ MP വീരേന്ദ്രകുമാർ സ്മാരക ദേശീയ പുരസ്കാരം അപ്പിക്കോ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായിട്ടുള്ള പാണ്ഡുരംഗ ഹെഡ്ഗേക്കാണ് ലഭിച്ചത്. പ്രഥമ MP വീരേന്ദ്രകുമാർ സ്മാരക ദേശീയ പുരസ്കാരം അപ്പിക്കോ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായിട്ടുള്ള പാണ്ഡുരംഗ ഹെഡ്ഗേക്കാണ് ലഭിച്ചിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ വൈദ്യുത കപ്പലാണ് ഹൾ 096 എന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ വൈദ്യുത കപ്പൽ ഹൾ 096. RBIയുടെ പുതിയ ഡെപ്യൂട്ടി ഗവർണർ ആണ് പൂനം ഗുപ്ത. പൂനം ഗുപ്തയാണ് RBIയുടെ ഡെപ്യൂട്ടി ഗവർണർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ എന്ന് പറയുന്നത് മുംബൈ ഇന്റർനാഷണൽ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ മുംബൈ ഇന്റർനാഷണൽ. മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉൾപ്പെടുന്നവരെ കരുതൽ തടങ്കലിൽ ആക്കാനുള്ള നിയമം ആണ് പിറ്റ് NDPS എന്ന് പറഞ്ഞത്. മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉൾപ്പെടുന്നവരെ കരുതൽ തടങ്കലിൽ ആക്കാനുള്ള നിയമം ആണ് പിറ്റ് NDPS എന്ന് പറയുന്നത്. പിറ്റ് NDPS. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം ദേവപ്രയാഗ് ജനാസു ആണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം ദേവപ്രയാഗ് ജനാസു. 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയത് സമ്മർ അബു എലൂഫ്. സമ്മർ അബു എലൂഫ് ആണ് 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയത്. ഇരു കൈകളും അറ്റുപോയ പാലസ്തീൻ ബാലനായ മഹമ്മൂദ് അജോറിന്റെ ചിത്രത്തിനാണ് 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദ ഇയർ പുരസ്കാരം 2025 സമ്മർ അബു എലൂഫിനാണ്. ഇരു കൈകളും അറ്റുപോയ പാലസ്തീൻ ബാലനായിട്ടുള്ള മഹബൂബ് അജോറിന്റെ ചിത്രത്തിനാണ് ഈ ഒരു വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത്. പിറ്റ് NDPS എന്നത് മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ടതാണ്. നീളം കൂടിയ റെയിൽവേ തുരങ്കം ദേവപ്രയാഗ് ജനാസു ആണ്. നെക്സ്റ്റ്, K. കസ്തൂരിരംഗന് പത്മവിഭൂഷൺ ലഭിച്ചത്
2000 ആണ്. 2000 ആണ് അദ്ദേഹത്തിന്റെ സർവീസ് എന്ന് പറയുന്നത്. 94 മുതൽ 2003 വരെയായിരുന്നു ISROയുടെ ചെയർമാൻ ആയിരുന്നത്. 94 മുതൽ 2003 വരെ. 2025 ഫിലിം ക്രിട്ടിക്സ് അവാർഡിലെ മികച്ച സിനിമ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഫെമിനിച്ചി ഫാത്തിമയ്ക്കാണ്. ഫിലിം ക്രിട്ടിക്സ് അവാർഡിലെ മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതിലെ തന്നെ മികച്ച നടൻ ടോവിനോ തോമസ്, നടി നസ്രിയ നസീമും റിമ കല്ലിങ്കലും ആണ്. സംവിധായിക ഇന്ദു ലക്ഷ്മി, അപ്പുറം എന്ന് പറയുന്ന ഫിലിമിലെ സംവിധായിക ഇന്ദു ലക്ഷ്മിയാണ് മികച്ച സംവിധായിക. മികച്ച നടൻ ടോവിനോ തോമസ്, നടി നസ്രിയ നസീം, റിമ കല്ലിങ്കൽ. ഫിലിം ക്രിട്ടിക്സ് അവാർഡിലെ മികച്ച സിനിമ ഫെമിനിച്ചി ഫാത്തിമ. അടുത്തത് 23ാമത് നിയമ കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി ആണ്. നിയമ കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറഞ്ഞത് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി. പഹൽഗാം ഭീകരാക്രമണത്തിനെ തുടർന്ന് ഇന്ത്യ നടത്തിയ വ്യോമ അഭ്യാസ ശക്തി പ്രകടനം ആണ് അക്രമൺ എന്ന് പറയുന്നത്. വ്യോമ അഭ്യാസ ശക്തി പ്രകടനം അക്രമൺ എന്ന് പറയുന്ന പേരിലാണ്. എക്സസൈസ് ഡിസാർട്ട് ഫ്ലാഗ് 10 ഏതു രാജ്യത്താണ് ഹോസ്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ വ്യോമസേനയും UAEയും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. UAEയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. എക്സസൈസ് ഡിസാർട്ട് ഫ്ലാഗ് 10 UAE ഹോസ്റ്റ് ചെയ്യുന്നത്. ഏത് രാജ്യമാണ് ഹോസ്റ്റ് ചെയ്യുന്നത്? UAE ആണ്. 2025 ഗ്ലോബൽ ടെക്നോളജി ഉച്ചകോടിയുടെ വേദി ന്യൂഡൽഹിയാണ്. 2025 ഗ്ലോബൽ ടെക്നോളജി ഉച്ചകോടിയുടെ വേദി ന്യൂഡൽഹിയാണ്. നിയമ കമ്മീഷന്റെ അധ്യക്ഷൻ 23ാമത് ദിനേശ് മഹേശ്വരി. പഹൽഗാം ഭീകര ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ നടത്തിയ വ്യോമ അഭ്യാസ ശക്തി പ്രകടൻ ആക്രമണാണ്. എക്സസൈസ് ഡിസാർട്ട് ഫ്ലാഗ് 10 ഏതു രാജ്യം? UAE. ഏത് രാജ്യത്താണ് ഹോസ്റ്റ് ചെയ്യുന്നത്? UAEയിലാണ്. 2025 ഗ്ലോബൽ ടെക്നോളജി ഉച്ചകോടി വേദി ന്യൂഡൽഹിയിലാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് കോഴ്സസ് വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട മാത്സ് ഒഴിച്ച് ബാക്കി എല്ലാ ടോപ്പിക്സും ചേർന്ന് PDF-ഉം ലൈവ് സെഷൻസ് അല്ലെങ്കിൽ റെക്കോർഡ് സെഷൻസും കൂടെ ചേർന്നിട്ട് 999 ആണ് ഇപ്പോഴത്തെ ഓഫർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അസിസ്റ്റന്റ് സെയിൽസ്മാനും അതുപോലെ തന്നെ മാത്സ് ഒഴിച്ച് ബാക്കി എല്ലാ ടോപ്പിക്സും 100 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ഉണ്ട്. ഇതിനകത്തും 100 ഡേയ്സ് സ്റ്റഡി പ്ലാൻ അവൈലബിൾ ആണ്. ഏതൊക്കെ ടോപ്പിക്സ് ആണ് എല്ലാ ദിവസവും പഠിക്കേണ്ടത് അതിന്റെ വീഡിയോയും PDF-ഉം എല്ലാം അവൈലബിൾ ആയിരിക്കും. മാത്സ് ഒഴിച്ച് ബാക്കി ഇത് നമ്മൾ 185 മാർക്കിൻ്റെ പേപ്പർ 1ഉം പേപ്പർ 2ഉം കൂടെ ചേർന്നിട്ടാണ് 999 രൂപയ്ക്ക് കൊടുക്കുന്നത്. ഇനി SCRT SS-ന്റെ സോഷ്യൽ സയൻസിന്റെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പുതിയ ടെക്സ്റ്റിന്റെ ഷോർട്ട് നോട്ട്സും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോളം കട്ടിങ്സ് കൂടെ ചേർന്നിട്ട് 99 രൂപയ്ക്ക് അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. 8078962109 എന്ന് പറയുന്ന നമ്പറിൽ. അപ്പൊ ശരി, എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ആൻഡ് ലവ് യു ഓൾ.